ഇന്നലെ തിരുവോണമായിരുന്നു. നമ്മളെ കൂട്ടുകാരായ മഹബൂബ് സാറ്, ജലീൽ സാറ്, ലത്തീഫ് മാഷ് ഇവരെ കൂടെ തൃശ്ശൂരിലേക്ക് ഒരു യാത്രകളാണല്ലോ നമുക്ക് കൂട്ടുകാരെ അറിയാനും നാടിനെ അറിയാനൊക്കെ ഉള്ള അവസരം. അങ്ങനെ നടന്ന് യാത്ര ചെയ്ത് നമ്മുടെ ചാവക്കാട് ബീച്ചിൽ അല്പസമയം കറങ്ങി തിരിഞ്ഞ ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് അക്വേറിയമായ മറൈൻ വേൾഡിലെത്തി അവിടെ ടിക്കറ്റ് എടുത്തു. ആദ്യം തന്നെ ഒരു അണ്ടർ വാട്ടർ ടണലിലൂടെയുള്ള മനോഹരമായ യാത്ര, ലോകമഹാത്ഭുതങ്ങളെല്ലാം തൊട്ടരികെ കണ്ടുകൊണ്ടുള്ള 10 മിനിറ്റ് മനോഹര യാത്ര, വെള്ളത്തിനടിയിലൂടെ കാഴ്ചകൾ കണ്ട് മത്സ്യങ്ങളെ കണ്ടൊരു യാത്ര. വളരെ രസകരമായ നിമിഷങ്ങളായിരുന്നു ഓരോ സമയവും. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചുയാത്ര. അടുത്ത സെഷൻ നമ്മുടെ അക്വേറിയത്തിലേക്കായിരുന്നു. അക്വേറിയം തുടങ്ങിയെടുത്ത് തന്നെ മനോഹരമായ കാറുകളിലും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളുടെയൊക്കെ ഡെമോ മോഡലുകളിൽ വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങളെ കാണാൻ സാധിച്ചു. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു അക്വേറിയം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ നാട്ടിൽ എവിടെയും ഇത്തരത്തിലുള്ളൊരു അക്വേറിയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അക്വേറിയത്തിലെ ഫിഷുകളുടെ സ്പായും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അല്പം കൂടി മുന്നോട്ട് പോയപ്പോഴാണ് സീ ആനിമോണും ക്ലോൺ ഫിഷും സ്റ്റാർ ഫിഷുകളുമെല്ലാം വളരെ മനോഹരമായ ദൃശ്യ വിസ്മയങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്നു. ചാവക്കാട് നിന്നിറങ്ങി ഞങ്ങൾ നേരെ തൃശ്ശൂരിലെ പുത്തൂരിലുള്ള സൂവോളജിക്കൽ പാർക്കിലേക്കാണ് ചെന്നത്. 350ഓളം ഏക്കറിൽ വിശാലമായി കിടക്കുന്ന സൂവോളജിക്കൽ പാർക്കിൽ നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് മികച്ച മാനേജ്മെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആവാനുള്ള എല്ലാ ചാൻസും ഉറപ്പാണ്. സൂവിൽ നിന്നിറങ്ങി ചിക്കിങ്ങിൽ കയറി ഗംഭീരമായൊരു ഫുഡും കഴിച്ച് നേരെ നാട്ടിലേക്ക്. ഓരോ യാത്രയും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് അറിവുകളും ഒരുപാട് തിരിച്ചറിവുകളും ഒരുപാട് ഓർമ്മകളുമാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് പരസ്പരം ഇഷ്ടപ്പെടാനും നമ്മിലെ ഇഷ്ടങ്ങളെ കൂടുതൽ ഉയരങ്ങളിൽ കൊണ്ടുവരാനുമുള്ള നിരന്തരമായ അവസരങ്ങളാണ് ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നത്.